ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പെരി പെരി അൽഫാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഫ്രൈയിങ് പാനിലാണ്. ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാണ്ട് ഫ്രൈയിങ് പാനിൽ ചെയ്തെടുക്കണ ഒരു അൽഫാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ പെരി പെരി ചിക്കൻ അൽഫാം ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 2 മാരിനേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അറബിക് മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് അടുത്ത മസാലയിലും ഉപ്പ് ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് മസാലയുടെ കുറവ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണും കൂടിയും അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല, മിക്സ് ചെയ്യാനായിട്ട് വിനീഗർ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, കത്തി വെച്ചിട്ട് നല്ലവണ്ണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ മസാല ഇതിൻ്റെ ഉള്ളിലൊക്കെ, ഈ വരയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് 2 പീസ് ചിക്കനിലും നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ചിക്കനിൽ മസാല പിടിപ്പിക്കുമ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ മസാലയിലും വെള്ളം അധികമാവാൻ പാടില്ല. എന്നാൽ മാത്രമാണ് നമുക്കിത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് മസാല പിടിക്കാനായിട്ട് വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് മസാല പിടിക്കാനായിട്ട് വെക്കണം. അപ്പോൾ എത്രയും നേരം അധികം ഇരിക്കണോ അത്രയും നമ്മുടെ ചിക്കനിൽ ഈ മസാലകളൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പം ഞാനിതൊരു 3-4 മണിക്കൂറൊക്കെ മസാല പിടിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പം നിങ്ങൾക്ക് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഈ മസാല റെഡിയാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മാരിനേഷൻ എത്ര മണിക്കൂറാണോ നമുക്ക് വെക്കാൻ പറ്റുക അത്രയും ടൈം കഴിയണോടുകൂടി നമ്മൾ ഈ മസാല റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം വേണം നമ്മുടെ മസാലയിലേക്ക്, ഇഞ്ചി കുറവ് മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ ഫസ്റ്റ് മാരിനേഷനിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞിട്ടുള്ള മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയുടെ ഇലയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മസാല ചിക്കനിൽ ചേർക്കുന്ന സമയത്ത് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനീഗറും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് മാരിനേഷനിൽ നമ്മൾ വിനീഗർ ചേർത്തിട്ടുണ്ട്.
എടുത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം ചേർക്കണില്ല. മസാല മിക്സ് ചെയ്യണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് ചൂടാറി വരുമ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ മാരിനേഷനുള്ള മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്. നല്ലോണം മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷനുള്ള മസാല ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മസാലയൊക്കെ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അതൊക്കെ മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടാമത് തേച്ചിട്ടുള്ള ഈ മസാല കുറഞ്ഞത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അതല്ലെങ്കിൽ പുറത്ത് തന്നെ അടച്ച് ഒരു അരമണിക്കൂർ കുറഞ്ഞത് വെക്കാം. അപ്പോൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യണ സമയത്ത് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാണ്ടാണ് പെരി പെരി അൽഫാം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഫ്രൈയിങ് പാനിലാണ്. അപ്പം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ പാന് ഇതുപോലത്തെ പാനാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല പരന്നിട്ടുള്ള പാൻ ഉണ്ടെങ്കിൽ നമുക്ക് 2 ചിക്കൻ പീസും ഒരുമിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ഇതേപോലത്തെ പാനായതുകൊണ്ട് ഓരോന്നോരോന്നാണ് ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കണത്. അപ്പോൾ നമ്മൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ പീസ് ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അപ്പം തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ എണ്ണ അടി പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ അപ്പം തന്നെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ തീ വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചും ഗ്രില്ല് ചെയ്തെടുക്കണം. ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും ഈ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്, കറക്റ്റായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ മേലെ നല്ലൊരു കളർ കിട്ടാനും നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ കളർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മേൽഭാഗമൊക്കെ കുറേശ്ശെ കറുപ്പ് കളറായിട്ട് അങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത്. നല്ലൊരു ടേസ്റ്റാണ് ഈ അൽഫാം ചിക്കന് ഉണ്ടാവുക. ഇതുപോലെ കരിഞ്ഞിട്ടൊന്നുമില്ല, അത് നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടി. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അതിൽ പോയി കിട്ടും. ഇതുപോലെ തന്നെ മറ്റേ ചിക്കൻ പീസും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് വേറൊരു പാനിൽ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി അൽഫാം പെരി പെരി അൽഫാം ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പെരി പെരി ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിരട്ട കത്തിച്ച് കനലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഓയിൽ
ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒരു നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നേരം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കാം. ഞാനൊരു 5 മിനിറ്റാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു പെരി പെരി ചിക്കൻ അൽഫാമാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെരി പെരി ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.